പിന്നെ സമസ്തയുടെ അനുഭാവികളായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഫോട്ടോകളും ടെക്സ്റ്റുകളും ഇട്ട് വെറുതെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനം നിങ്ങൾ തകർക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ, ഈ ഫോട്ടോയിൽ നല്ല ചിരിച്ചു കിടക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഈ ആദ്യ പരിപാടികൾ മരണപ്പെട്ടിട്ട് അവർ ചിരിച്ചു കിടക്കുന്ന ഫോട്ടോ കണ്ടു, അതിന്റെ പേരിൽ അവര് കെലിമല്ലാണ്, അവർ സ്വർഗത്തിക്കാനുള്ള ആ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ്, ആ ഉസ്താദിന്റെ മരണപ്പെട്ടതിന് ശേഷമുള്ള മുഖപ്രസന്നതയും ആ ചിരിച്ചു കിടക്കുന്ന രംഗവും ഏവരെയും അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം അഹ്ലുസുന്നയുടെ നിരവധി പണ്ഡിതന്മാർ നല്ല മരണത്തിന്റെ അടയാളങ്ങളിൽ അതൊക്കെ എണ്ണിയിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ടപ്പോൾ ഈ വഹാബി പുരോഹിതന് വല്ലാതെ ദേഷ്യം കയറുകയാണ്. സഹിഷ്ണുത മൊത്തം നഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരുപാട് അതിനെക്കുറിച്ച് വോയിസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിരിച്ചു കിടക്കുന്ന മുഖം കണ്ടാൽ, മരണത്തിന് ശേഷം പ്രസന്നമായ മുഖം കണ്ടാൽ, അല്ലെങ്കിൽ വെളുത്ത മുഖം കണ്ടാൽ, ഇതൊക്കെ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണോ, അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്നതിന്റെ അടയാളമാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിരവധി പണ്ഡിതന്മാർ നല്ല മരണത്തിന്റെ ഹുസ്നുൽ ഖാത്തിമയുടെ അടയാളങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇയാൾ സ്വീകരിക്കില്ല എങ്കിൽ ഇവരുടെ തന്നെ പണ്ഡിതന്മാരായ വഹാബി പണ്ഡിതന്മാർ വരെ ഇവരുടെ ഫത്വകളിലും മറ്റും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് രസം. ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ജിബ്രീൻ എന്ന് പറയുന്ന ഇബ്നു ബാസിന്റെ ശിഷ്യൻ, വഹാബി പുരോഹിതനും പണ്ഡിതനുമായിരുന്ന ഇബ്നു ബാസിന്റെ ശിഷ്യനായ ഇബ്നു ജിബ്രീൻ, അയാൾക്കൊരു കിതാബുണ്ട്, കൈഫ തുർസലു മയ്യത്തൻ, ഒരു മയ്യത്തിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം, ഒരു കിതാബ്. ആ കിതാബിൽ അയാൾ പറയാണ്, അന്ന ബയാലൽ വജ്ഹി മിൻ അമാറാത്തി ഹുസ്നിൽ ഖാതിമ, മുഖം പ്രസന്നമായി നിൽക്കുന്നത്, അത് വെളുത്തു നിൽക്കുന്നത്, സാധാരണയുള്ള ക്ഷീണവും ഒക്കെ ഇല്ലാതെ മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ഷീണമൊക്കെ മാറി നല്ല വെളുത്ത് തുടുത്തു നിൽക്കുന്നത്, അത് പ്രസന്നമായി നിൽക്കുന്നത്, അത് നല്ല മരണത്തിന്റെ അടയാളമാകുന്നു, നല്ല ഹാത്തിമത്തിന്റെ അടയാളമാണ്. ഇത് പറയുമ്പോൾ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നത് കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് കറക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്നഹാ തദുല്ലു അലാ അന്നഹു ബുശ്ശിറ ബിറിളല്ലാഹി വൽ ജന്ന. വഹാബി പുരോഹിതൻ ചോദിച്ചല്ലോ, ഇത് സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നതിന്റെ അടയാളമാണോ? അതെ, ഇത് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് ആരാ പറയുന്നത്? ഷെയ്ഖ് ഇബ്നു ജിബ്രീൻ എന്ന് പറയുന്ന ഇബ്നു ബാസിന്റെ ശിഷ്യൻ. 2009 ഇയാൾ മരിക്കുന്നത്. 1933 ജനിച്ച ഇയാൾ കൃത്യമായി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഹാബികൾ എന്ന് പറയുമ്പോൾ തള്ളാൻ പറ്റൂലല്ലോ. സ്വർഗം കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും ആ വ്യക്തിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് അറിയിക്കുന്നുണ്ട് ഈ കാര്യം എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇയാളുടെ ഒരു പ്രസ്ഥാനത്തിനെ കുറിച്ച് തന്നെ വലിയ ബോധമില്ല. ഇവരുടെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് തന്നെ യാതൊരു അറിവുമില്ല. എന്നിട്ടാണ് ഇയാൾ ഈ തൊള്ളപ്പൂട്ട് അടിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഇവരുടെ ഒരു വഹാബി ഫത്വ ഉണ്ട്. ഇസ്ലാം web.net എന്ന് പറയുന്ന ഒരു സൈറ്റ്. സലഫി ആശയങ്ങൾ ആണ് ആ ഫത്വകളിലൊക്കെ ഉള്ളത്. ആ ഫത്വയിൽ തന്നെ ഇബ്നു ബാസിന്റെയും ഈ ഇബ്നു ജബ്രീന്റെയും അതുപോലെ തന്നെ അൽബാനിയുടെയും ഒക്കെ ഫത്വകൾ, തെളിവുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതിലെ തബസ്സും, അതായത് മുഖത്ത് പുഞ്ചിരി വിടരുന്നത്, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണോ അല്ലേ എന്ന ചോദ്യത്തിന് ഇവർ മറുപടി പറയുകയാണ്. ആദ്യം പറയുന്നുണ്ട്, സ്വഹീഹായ ഹദീസുകളിൽ നിന്നൊന്നും അതിന് തെളിവില്ല, എന്നാലും യുഫ്ഹമു മിൻ ഇദ്ദത്തി നുസൂസ്, ധാരാളം നസ്സുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫഇന്നൽ മുഹ്തദറ, മരണമഹാലറായ ഒരു വ്യക്തി, ഇൻകാന മിൻ അഹ്ലി സആദ, അയാൾ വിജയത്തിന്റെ അഹ്ലുകാരനാണെങ്കിൽ, അർഹനാണെങ്കിൽ, ഫഇന്നഹു യറാ മലായികത റഹ്മ, ഫഇന്നഹു യറാ മലായികത റഹ്മ, അയാൾ റഹ്മത്തിന്റെ മലക്കുകളെ കാണും മരിക്കുന്ന സമയത്ത്. സുമ്മയതി മലക്കുൽ മൗത്ത്, പിന്നെ മരണത്തിന്റെ മാലാക വരും. ഫയജ്ലിസു ഇൻദ റഅസിഹി, എന്നിട്ട് ഈ മരിക്കാൻ കിടക്കുന്ന ആളുടെ തലയുടെ അരികിൽ ഇരിക്കും. ഫയഖൂലു, എന്നിട്ട് പറയും, അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, ഓ ശാന്തമായിരിക്കുന്ന ആത്മാവേ,
നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് സന്തോഷ വാർത്ത അറിയിക്കും. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനിൽ ബറാ റളിയല്ലാഹു അൻഹു, ബറാ എന്നവരെ തൊട്ട്. എന്നിട്ട് എഴുതുകയാണ്, ഫഖദ് യബ്തസിമുൽ മുഹ്തളറു ലിദാലിക, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മരണം ആസന്നമായ ആളുകൾ ചിരിക്കും. വമിമ്മാ യദുല്ലു അലാ ഹാദാ അയ്ളൻ മാ റവാഹു അഹ്മദ് അൻ ത്വൽഹത്ത് ബിൻ അബ്ദില്ലാഹ് ഇൻദമാ സാറഹു ഉമർ. എന്നിട്ട് അതിന് ഉപോത്ബലകമായ ഒരു ഹദീസും അവിടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിന് തെളിവായിട്ട് ഒരു ഹദീസും ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇത് ഇവരുടെ ഫത്വയിലുള്ളതാണ്, ഈ സലഫി അനുഭാവികളുടെ ഫത്വയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, അൽബാനിയുടെ അഭിപ്രായം, വലി ഹുസ്നിൽ ഖാത്തിമത്തി അലാമാത്തുൻ കസീറ, നല്ല മരണത്തിന് ധാരാളം അടയാളങ്ങളുണ്ട്. എന്നിട്ട് അതിൽപ്പെട്ട അടയാളങ്ങൾ എണ്ണുകയാണ്. ഫമിൻഹാ, അതിൽപ്പെട്ടതാണ് അന്നുത്തുഖു ബിശഹാദത്തി ഇൻദൽ മൗത്ത്, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. വമിൻഹാ, അതിൽപ്പെട്ടതാണ് അൽ മൗതു ബിഅർഖിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കാം. നമ്മൾ പറയാറില്ല സാധാരണ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കാം, അതൊക്കെ നല്ല മരണത്തിന്റെ അടയാളമാണ്. വമിൻഹാൽ മൗതു ലൈലത്തുൽ ജുമുഅ നഹാരിഹ, വെള്ളിയാഴ്ചയുടെ രാത്രിയോ പകലിലോ മരിക്കാം. വമിൻഹാദിൽപ്പെട്ടതാണ് അൽ ഇസ്തിഷ്ഹാദു ഫീ സാഹത്തിൽ ഖിതാൽ, ഷഹീദാവുക, രക്തസാക്ഷിയാവുക, അതൊക്കെ അതിൽ പെട്ടതാണ്. ഇലാ ആഖിരി മാ ദക്കറഹുൽ ഉലമാഉ മിൻ ഹാദിഹിൽ അലാമാത്ത് വഖദ് നബ്ബഹ ഇലൈഹൽ അല്ലാമ ശൈഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി ഫീ കിതാബിഹി അഹ്കാമുൽ ജനായിസ്. അഹ്കാമുൽ ജനായിസിൽ അൽബാനി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക, അതായത് മുഖത്ത് കാണുന്ന അടയാളങ്ങളിൽ നെറ്റിത്തടം വിയർക്കുക എന്നുള്ള വിഷയം അൽബാനി പോലും സമ്മതിച്ചിട്ടുണ്ട്, അൽബാനി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു, ഇബ്നു ജിബിരീൻ എന്ന് പറയുന്ന പണ്ഡിതൻ, ഇബ്നു ബാസിന്റെ ശിഷ്യനാണ് അയാള് മുഖത്ത് വെളുപ്പ് കാണും, അത് മുഖത്ത് വെളുപ്പ് കാണുന്നത് അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തന്നെ കൊടുക്കുന്ന ഫത്വകളിൽ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ അത് ചിലപ്പോൾ മലക്കുകളുടെ സന്തോഷ വാർത്ത കൊണ്ടായിരിക്കാം എന്നും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഈ കാക്കാക്ക് സ്വന്തം പ്രസ്ഥാനത്തെക്കുറിച്ചും വഹാബിസത്തിനെ കുറിച്ചും തന്നെ ബോധമല്ല. മരിച്ചത് സമസ്തക്കാരനാണോ, സമസ്തന്റെ നേതാവാണോ, എങ്ങനെയെങ്കിലും അതിനെ ഇകഴ്ത്തുക, താറ്റിക്കെട്ടുക. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് എന്റെ ഉസ്താദാണ്. ഏത് ഉസ്താദടോ? ഏത് ഉസ്താദ്? ഉസ്താദിയത്ത് വിട്ടില്ലേ? വഹാബി പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉസ്താദ്? ആ ഉസ്താദിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടല്ലേ അഹ്ലുസുന്നയിൽ നിന്ന് നിങ്ങൾ വഹാബിയത്തിലേക്ക് കുടിയേറിയത്? പിന്നെ ഉസ്താദാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത്? അതുകൊണ്ട് ഈ ഉമർ മൗലവിയോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രമാണമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പഠിക്കുക. പിന്നെ ഇയാൾ പറയുന്നുണ്ട് അശ്അരി ത്വരീഖത്താണ് എന്ന്, അശ്അരി സരണിയാണ് ഇവരെന്ന് പറഞ്ഞു നടക്കുന്നു. അശ്അരി ഇമാം വഹാബികളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, വഹാബിസത്തെ എതിർത്തുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അശ്അരി ഇമാം എന്ന് വന്നതാണ് ചങ്ങായി. അശ്അരി ഇമാമിന്റെ കാലഘട്ടത്തിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എതിർക്കുക നിങ്ങളെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ശക്തമായി എതിർത്തത് മുർജിയത്തിനെയും ഖദരിയത്തിനെയും അതുപോലെ തന്നെ ഖവാരിജിയത്തിനെയുമാണ്. ഇന്ന് പല മുഅ്തസിലിയ വാദങ്ങളും നിങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന് ഖവാരിജിന്റെ വാദങ്ങളല്ലേ നിങ്ങൾക്കുള്ളത്? മാത്രമല്ല ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഖവാരിജിന്റെ പിന്മുറക്കാരാണ് വഹാബികൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിൻഗാമികളെന്ന് തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ അന്നത്തെ കാലത്ത് വഹാബികൾ ഉണ്ടെങ്കിൽ ആദ്യം പറയാം വഹാബികളെ കുറിച്ച് തന്നെയാണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അന്നത്തെ ഏറ്റവും വലിയ വഹാബികളായ അന്നത്തെ വഹാബികളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മുഅ്തസിലിയത്തിനെയും അതുപോലെ തന്നെ ജഹ്മിയത്തിനെയും അതേപോലെ തന്നെ ഖവാരിജിയത്തിനെയും ഒക്കെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കൊടി നാട്ടിയത് മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ വേളൊന്നും ഇവിടെ നടക്കൂല, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കൂല. രേഖകൾ സംസാരിക്കട്ടെ. വഹാബിയത്തെങ്കിലും ആദ്യം പഠിക്കുക, എന്നിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാം. മനസ്സിലായോ? അപ്പോ ആദ്യം സ്വന്തം ആശയങ്ങളെങ്കിലും പഠിച്ചിട്ട് വരൂ മൗലവി. സ്വന്തം ആശയങ്ങളെങ്കിലും പഠിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. സ്വന്തം നേതാക്കൾ ഇബ്നു ബാസ്, ഇബ്നു തൈമിയ, ഇബ്നു ബാസിന്റെ ശിഷ്യന്മാർ ഒക്കെ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ന്, എന്നിട്ട് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. മനസ്സിലായോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റിയാൽ പൊന്താത്തത്ര ഇബാറത്തുകൾ ഈ വിഷയത്തിലുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാത്തതാണ്. അതുകൊണ്ട് ഈ തൊള്ളപ്പൂട്ട് ഒരിക്കലും അനുയോജ്യമല്ല. നിങ്ങൾ തെളിവുകൾ അടിസ്ഥാനമാക്കി സംസാരിക്കണം കേട്ടോ. നിങ്ങളെ വീട്ടിൽ, അതുകൊണ്ട് അടുക്കളയിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ആളുകളുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി. അതിന്റെ പുറത്തേക്ക് നിങ്ങളുടെ വോയിസ് വിട്ടാൽ ഇതുപോലെ മറുപടി കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.